ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ നാടൻ രീതിയിൽ പരിപ്പ് കറി ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സ്പെഷ്യലായിട്ട് എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസത്തിൽ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദാൽ കറിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ സാമ്പാറിലേക്കൊക്കെ എടുക്കുന്ന ആ ഒരു തുവരം പരിപ്പില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മസൂർ ദാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കളറുള്ള പരിപ്പുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആദ്യം എടുത്ത പരിപ്പ് മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം. അതല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉള്ളൊരു കറി കിട്ടാനാണെങ്കിൽ ഈ 2 പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതുകൂടെ ഒരു 1/4 കപ്പ്, ആദ്യത്തെ പരിപ്പ് കുറച്ചിട്ട് അതൊരു 1/4 കപ്പും കൂടെ ചേർത്ത് 3 കൂടെ മിക്സ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതെന്തായാലും 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനാണ്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് റെഡിയാക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് വരെ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് പ്രഷർ കുക്കറിലേക്ക് പരിപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തായാലും ഒരു ഇത്തിരി കൂടുതൽ വേണം, പരിപ്പിനേക്കാളും ഒരു കുറച്ചൊന്ന് മേലേക്ക് നിന്നോട്ടെ വെള്ളം, ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ തിളച്ച് വിസിൽ വരുന്ന സമയത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3-4 വിസിൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷറും പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. ഇപ്പോൾ നോക്കുന്ന സമയത്ത് പരിപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പരിപ്പ് ഈ ഒരു രീതിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കറിക്ക് അത്യാവശ്യം ഉടഞ്ഞിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഇതിപ്പോൾ കുറച്ചൊരു കട്ടിയിലാണ് ഇരിക്കുന്നത്. പരിപ്പിന് നമുക്കറിയാമല്ലോ കുറച്ചുകൂടെ തണുക്കുന്ന സമയത്ത് ഇത്തിരി കൂടെ കുറുകി കട്ടിയോ, അപ്പോൾ അത്രയ്ക്ക് കുറുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇതിലേക്കൊരു ചെറിയ ചൂടുള്ള ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ കറിയൊക്കെ ആക്കി വരുമ്പോഴേക്കും താളിച്ചെടുക്കുമ്പോഴേക്കും പാകത്തിന് കുറുകലായിട്ടുണ്ടാവും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി എണ്ണമയം കൂടുതലായിരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന കറിയിനേക്കാളും കേട്ടോ. എന്നിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് മതിയാകും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണ്ട. ശരിക്കും ആ ഒരു നെയ്യും കൂടി ഉണ്ടായതുകൊണ്ട് ജീരകവും പൊട്ടിച്ചെടുത്തുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ മണമൊക്കെ ആയിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക. പിന്നെ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4-5 ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടണം എന്തായാലും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ അത്യാവശ്യം നല്ലോണം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നന്നായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക. കൂടുതൽ വേണ്ട കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ 1/4 പകുതി തന്നെ മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിലായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ കറി വെക്കുന്ന സമയത്ത് ഒരു ഇത്തിരി എണ്ണ കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ നെയ്യായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ സവാള ഒന്നങ്ങ് വഴന്നതായി വരുന്ന സമയത്ത് ഒരു തക്കാളിയുടെ ഒരു പകുതി അത്ര മതിയാവട്ടോ, കൂടുതൽ വേണ്ട. ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുകൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തക്കാളിയും ഇതിലേക്ക് നല്ലോണം ഒന്ന് വെന്തുടഞ്ഞിട്ട് അത്യാവശ്യം നല്ലോണം ഫ്രൈ ആവുന്ന രീതിയിൽ ഈ ഒരു രീതിയിലേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ്. കസൂരി മേത്തി എന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയില ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതെല്ലാം കൂടെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പ്രത്യേകിച്ച് കസൂരി മേത്തിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായിട്ടുള്ളൊരു മണം കറക്റ്റ് കിട്ടണം. അപ്പോൾ കസൂരി മേത്തിയുടെ അളവ് ഒരു ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു കറിയുടെ താളിപ്പിന് വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നൊരു 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഈ സമയത്ത് മാറ്റി വെക്കാം. ലാസ്റ്റ് നമുക്ക് കറി സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മേലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി ബാക്കിയുള്ള ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പുണ്ടല്ലോ, ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അത് ചേർത്തിട്ട് ഇങ്ങനെ നല്ലോണം മിക്സായി വരുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ്. നമ്മളെപ്പോഴും നാടൻ കറി ചെയ്യുമ്പം ഒരു സ്പെഷ്യലിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ആ ഒരു ചൂടിലങ്ങ് മെൽട്ടായി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ സമയത്ത് ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കൂടെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ നന്നാവും തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ വേറെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു മണത്തിന് വേണ്ടത് ഓപ്ഷനിലാണ്, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കറി നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കുറുകിയിരിക്കുന്നുണ്ടാവും കേട്ടോ. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറി തന്നെയാണ്. എപ്പോഴും നമ്മൾ പരിപ്പ് നാടൻ രീതിയിൽ വെക്കുമ്പോൾ ഒരു സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ ബസ്മതി റൈസിൻ്റെ ഒക്കെ കൂടെ സ്പെഷ്യലായിട്ടൊക്കെ, അതായത് ഇപ്പോൾ ജീര റൈസ് അങ്ങനത്തെ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. കൂടുതൽ ആളുകൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഇതുവരെ ചെയ്തു വെക്കാത്തവരുണ്ടെങ്കിൽ ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്